നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ദോശമാവും ഒരു ഇത്തിരി മൈദയും കൂടെ ഉണ്ടെങ്കിൽ നല്ല കിടലിനായിട്ട് ജിലേബി ഉണ്ടാക്കാം. ജിലേബി എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ചുവന്ന കടലിലെ ജിലേബി അല്ല, നമ്മൾ ചുവന്ന കടലിൽ ഉപരി മഞ്ഞ കടലിലെ ജിലേബിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തികച്ചും വീട്ടിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ജിലേബിയുടെ റെസിപ്പി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ 30,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം 30,000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരു വീഡിയോ ഇട്ടതിൻ്റെ ഒരു ലാപ്സിൽ നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇങ്ങനെ ഓടി വന്നിരിക്കുന്നത്. അപ്പം പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ബോൺ അപ്പീറ്റ് എന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എന്താ പറയുക, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന പെപ്സി വെച്ച് ജെല്ലി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതും നല്ല റീച്ച് എനിക്ക് തന്നിട്ടുണ്ട് യൂട്യൂബ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള, എപ്പോഴും കമൻറ്റും ചെയ്യുന്ന നല്ല ആക്റ്റീവ് എനർജി ഉള്ള സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. കുറേ കമൻറ്റ് വരുന്നുണ്ട് പഴയ വീഡിയോസിനും പുതിയ വീഡിയോസിനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളിപ്പോൾ ചിന്തിക്കും, എന്താ പറയുക, കൊച്ചു പിള്ളേർക്ക് വരെ ഇപ്പം സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അറിയാം, ഇവൻ എന്ത് പറയുന്നതൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നത് ഒരു 40%-ഓളം ആൾക്കാരെങ്കിലും വീട്ടമ്മമാരാണ്. അപ്പോൾ വീട്ടമ്മമാർക്ക് ഇതൊന്നും അധികം പരിചിതമല്ലായിരിക്കും. ഇപ്പോൾ എൻ്റെ അമ്മയാണ് തന്നെ കഴിഞ്ഞ ദിവസമാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ട് ഒന്ന് ഓടിക്കൊണ്ടുവരിക, അവിടെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആൾക്കാർ, ബെല്ലേക്ക് സംഭവം എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ ഞാനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു വലിയ ബൗൾ എടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് തലേദിവസം വെച്ചിരിക്കുന്ന ദോശമാവ് 1 കപ്പ്, അതായത് കറക്റ്റ് 1 കപ്പാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി പുളിയുള്ളതായിരിക്കണം, എന്നാലേ ആ ഒരു ജിലേബിക്ക് ഇച്ചിരി പുളിയും ഒക്കെ വരത്തുള്ളൂ. നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം മൈദയാണ്, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പം ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാവിന് അത്യാവശ്യം കട്ടി വരാനായിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പം നമ്മുടെ മാവ് ഇച്ചിരി കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഇളക്കുന്നതിലും യാതൊരുവിധ കുഴപ്പമില്ല. ഇനി ഞാനിവിടെ എടുക്കുന്നത് മഞ്ഞക്കടലിലെ ഫുഡ് കളറാണ്. ഫുഡ് കളർ ഇല്ലെങ്കിൽ യാതൊരുവിധ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഇച്ചിരി എന്താ പറയുക, നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ കളർ കിട്ടും. ഇപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ കളറിന് വേണ്ടി ഇച്ചിരി കളർ കൂടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫുഡ് കളർ യൂസ് ചെയ്തത്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കാരണം ഇളക്കുമ്പോൾ തന്നെ ആ ഒരു കളറിൻ്റെ ആ ഒരു സാച്ചുറേഷൻ നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ബാഗാണ്. പൈപ്പിംഗ് ബാഗ് സാധാരണ എല്ലായിടെയും കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് പൈപ്പിംഗ് ബാഗിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. പൈപ്പിംഗ് ബാഗ് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഏത് പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ നമുക്ക് നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബൗളിലെ മിക്സർ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഈ ഒരു മിക്സർ ഈ പ്ലാസ്റ്റിക് ബാഗിലോട്ട് നിങ്ങൾ ചേർക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് തവയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ മുങ്ങിപ്പോകാനുള്ള വെളിച്ചെണ്ണ അല്ല, ഒന്ന് ആ ഒരു ജിലേബി മൊരിയാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ. അതിനുശേഷം ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് 1 കപ്പോളം ഷുഗർ ആഡ് ചെയ്യുന്നു, പഞ്ചസാര ആഡ് ചെയ്യുന്നു. ആ മഞ്ഞ കളർ, ആ നേരത്തെ ഫുഡ് കളർ ജസ്റ്റ് ഒന്ന് പഞ്ചസാരയിൽ വീണുകൊണ്ടാണ്. അതിനുശേഷം കറക്റ്റ് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം. അതിനുശേഷം യെല്ലോ ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടപ്പോൾ ശരിക്കും മഞ്ഞ കളറായി നമ്മുടെ വെള്ളം. അപ്പോൾ നമ്മുടെ മാവ് മഞ്ഞ, വെള്ളവും മഞ്ഞ, അപ്പോൾ കറക്റ്റ് ഒരു മഞ്ഞ മയമുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ പയ്യെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു നേരത്തെ വെച്ചത്. ഇനി നമുക്ക് പയ്യെ റൗണ്ട് ഷേപ്പിൽ ആ പൈപ്പിംഗ് ബാഗ് വെച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം. അതായത് ആ ഒരു ജിലേബിയുടെ ഷേപ്പിൽ. ഞാൻ ഇന്നേവരെ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഒക്കെ ആദ്യം തന്നെ പറ്റി. ഇപ്പോൾ ഏറെക്കുറെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഞാനിവിടെ പരത്തുന്നുണ്ട്. അപ്പോൾ വേറൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തു, അതുകൊണ്ട് ചെറിയായിട്ട് കളർ വേരിയേഷൻ വന്നു. അപ്പോൾ നിങ്ങൾ ഇടുകയാണെങ്കിൽ, എന്താ പറയുക, ജിലേബി ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിടാൻ. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ചൂടോട് തന്നെ, അതായത് തിളച്ചിരിക്കുന്ന എണ്ണയോടുകൂടി തന്നെ ഈ ഒരു ജിലേബി നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം കറക്റ്റ് ഷേപ്പിലൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം കിട്ടി ഏറെക്കുറെ. നമുക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ടാലേ ആ ഒരു എന്താ പറയുക, മധുരം ഇതിനകത്ത് പിടിക്കത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയപരിധിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ പറയുക ഈവനിങ് സ്നാക്കാണ് നമ്മുടെ ഈ ഒരു മഞ്ഞക്കളറിലെ ജിലേബി. 1-2 എണ്ണം എന്താ പറയുക കളർ വേരിയേഷൻ വന്നെങ്കിലും ബാക്കിയുള്ളതൊക്കെ നന്നിട്ട് എന്താ പറയുക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്തു നോക്കാം. ഈ ഒരെണ്ണം എടുത്തു നോക്കാം. കണ്ടോ, കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിക്കുമ്പോൾ നല്ല മധുരവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ദോശമാവിൻ്റെ പുളിപ്പുണ്ട്. അതാണ് ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. സാധാ ജിലേബിയിലുപരി ഈ ഒരു ടേസ്റ്റാണ് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.